എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക ചിപ്സാണ്. ഇത് ഞാൻ വരിക്കച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല മൂത്ത വരിക്കച്ചക്ക ആകുമ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഈ നന്നാക്കി വെച്ച ചക്ക കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കുകയും ചെയ്യരുത്, ഒരുപാട് കനം കൂട്ടുകയും ചെയ്യരുത് കേട്ടോ. ഒരേ കനത്തിലായിരിക്കണേ കട്ട് ചെയ്തെടുക്കണ്ടേ, എങ്കിലാണ് ഒരേപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ചക്കയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ഇടാം, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ, എങ്കിലൊരു കളറൊക്കെ കിട്ടുകയുള്ളൂ. ഇനി നന്നായിട്ട് കുലുക്കി മറിച്ചെടുക്കാം, എങ്കിലെല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും എത്തുള്ളൂ. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. എണ്ണ ചൂടായോ നോക്കാം, കട്ട് ചെയ്ത കഷ്ണം എടുത്തിടാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി അടുത്തത് എല്ലാം കോരി എടുത്തിടാം. ഇതിലിനി മഞ്ഞളും ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ എല്ലാം മഞ്ഞളും ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ നന്നായി ഇളക്കി കൊടുക്കണം, രണ്ട് വശവും ഒരുപോലെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. റെഡിയായി വന്നിട്ടുണ്ട്, ഇനി വറുത്തത് കോരിയെടുക്കാം. ഇപ്പം എൻ്റെ ചക്ക ചിപ്സ് റെഡിയായിരിക്കുകയാണ്. ഇത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയതുകൊണ്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കട്ടൻ ചായയുടെ കൂടെ കൊടുക്കാമല്ലോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് സബ്സ്ക്രൈബും തരണേ.